അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ശബരിമല തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ് ഇന്ന് 4ാമത് ദിവസത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മൾ സമർപ്പിക്കുന്നത് ശബരിമല സന്നിധാനത്ത് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ അത്യപൂർവം സ്വാമിമാർ മാത്രം ദർശിച്ചിട്ടുള്ള കളമെഴുത്ത്. അത് മാളികപ്പുറത്തായതുകൊണ്ട് മാളികപ്പുറത്ത് നിന്നും വരുന്ന എഴുന്നള്ളത്തിന് മുമ്പുള്ള ഈ കളം അത്യപൂർവം പേരെ കണ്ടിട്ടുള്ളൂ. മകരവിളക്കിൻ്റെ അന്ന് തുടങ്ങി, അതായത് ജനുവരി 14-ാം തീയതി തുടങ്ങി. 1-ാം ദിവസം 14, 2-ാം ദിവസം 15, 3-ാം ദിവസം 16, 4-ാമത് ദിവസം 17-ാം തീയതി. 5-ാമത് ദിവസം എന്ന് പറയുന്നത് 18-ാം തീയതിയാണ്. അവസാന ദിവസം 19-ാം തീയതിയാണ്. ഇത് ഞാൻ ഇത്രയും മുൻകൂട്ടി പറയുന്നതിനുള്ള കാരണം, ശബരിമലയിൽ നടക്കുന്ന ഏറ്റവും അവാച്യസുന്ദരമായിട്ടുള്ള ഈ പരിപാടി അത്യപൂർവം പേർക്ക് മാത്രമേ ദർശന സൗഭാഗ്യം അരുളിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ 4-ാം ദിവസത്തെ ഈ പരിപാടി നമ്മളൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ ദിവസം കൊച്ചുകുട്ടിയായും, അതായത് മകരവിളക്കിൻ്റെ അന്ന്. 2-ാം ദിവസം കുറച്ചുകൂടി മുതിർന്നയാളായും. 3-ാം ദിവസം യുവാവിൻ്റെ രൂപത്തിലും അരുളി ചെയ്യപ്പെടുന്ന, വരയ്ക്കപ്പെടുന്ന ആ രൂപം, അവിടെ പൂജ നിർവഹിക്കാനുള്ള ചുമതല മാളികപ്പുറം മേൽശാന്തിക്കുള്ളതാണ്. അതിനുശേഷം എന്നത്തെയും പോലെ ഈ എഴുന്നള്ളത്ത് ഇവിടെ നിന്ന് നേരെ പോകുന്നത്, 18-ാം തീയതിയിലത്തെ എഴുന്നള്ളത്ത് നേരെ പോകുന്നത് 18-ാം പടിയിലേക്കാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാവും. ഇതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നത് 17-ാം തീയതി 3-ാം ദിവസം 17-ാം തീയതി ഉച്ചയോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരുന്ന പന്തളം കൊട്ടാരത്തിൻ്റെ രാജപ്രതിനിധിയാണ് ഇതിനു മുഴുവനും നേതൃത്വം നൽകുന്നത് എന്നറിയുക. 4-ാം ദിവസമായിട്ടുള്ള, അതായത് ജനുവരി 18-ാം തീയതി 4-ാം ദിവസം, അന്നത്തെ ദിവസം കൂടി ഈ 18-ാം പടിക്ക് അടുത്ത് എഴുന്നള്ളിപ്പ് എത്തുന്നു. അതിനുശേഷം അവിടെ നിന്നും ആദി ശാസ്താവിനെ വലം വച്ച് നേരെ തിരിച്ച് മാളികപ്പുറത്ത് എത്തിച്ചേർന്ന് പരിസമാപ്തി കുറിക്കുന്നു. ഇന്ന് പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഒരു ഭാഗമാണ്. ആ ഒരവസ്ഥ ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് ബോധ്യപ്പെടേണ്ടതുമാണ്. 19-ാം തീയതി ഇതിനവസാനം കുറിക്കുമ്പോൾ ചുറ്റുപാടും നടക്കുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി നമ്മൾ അറിയണം. 20-ാം തീയതി അടുത്ത മാസപൂജയാകുന്നിടം വരത്തേക്ക് നട അടയ്ക്കപ്പെടുകയാണ്. 20-ാം തീയതി എന്ന് ഉദ്ദേശിക്കുന്നത് മകരം 6-ാം തീയതിയാണ്. അന്നത്തെ ദിവസം
ദർശന സൗഭാഗ്യം അരുളപ്പെടുന്നത് പന്തളം രാജപ്രതിനിധിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തോട് ഒപ്പം വന്നിട്ടുള്ള കൊട്ടാരത്തിലെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള ചിലർക്കും മാത്രമാണ്. പൊതുവായ സ്വാമി ഭക്തന്മാർക്കാർക്കും അന്നത്തെ ദിവസം അവിടെ പ്രവേശനമില്ല. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും 20-ാം തീയതി വെളുപ്പിന് തന്നെ തിരുവാഭരണം തിരിച്ചു മടങ്ങും. ആ മടങ്ങുന്ന തിരുവാഭരണം നേരെ എത്തിച്ചേരുന്നത് മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഈ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തപ്പെടുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. അതിനുശേഷം തിരുവാഭരണം അവിടെ നിന്ന് മടക്കയാത്ര നടത്തി പന്തളത്തെത്തുന്നു. അടുത്ത വർഷം വരെ അത് വീണ്ടും സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇവിടെ കേരളത്തിൻ്റെ തനതായ ഈ ഉത്സവം, ശബരിമല തീർത്ഥാടനം, കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ? ഒരിക്കലുമല്ല. ഇത് ഭാരതത്തിന് മുഴുവനും അവകാശപ്പെട്ടതാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ തിരുവുത്സവം എന്നോ തീർത്ഥാടനം എന്നോ പറയുന്ന 65 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടനത്തിൽ ഏകദേശം 1.5 കോടിയോളം ആളുകൾ, 150 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ 65 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം എന്നതിനേക്കാൾ ഉപരി 65 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവം എന്ന ഭാവത്തിലേക്ക് ശബരിമല തീർത്ഥാടനം എത്തിച്ചേരുമ്പോൾ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം, അതും ഭാരതത്തിന്റെ വടക്കേ അറ്റത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ 65 ദിവസം കൊണ്ട് 1.5 കോടിയോളം ആളുകൾ പങ്കെടുക്കുമ്പോൾ ഞാൻ രണ്ടാമത് സൂചിപ്പിച്ച ഉത്തരേന്ത്യയിലെ ആ ഉത്സവത്തിന് ഒരു ദിവസം പങ്കെടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നതും കഴിഞ്ഞ 3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1.5 കോടിക്കും 2 കോടിക്കും ഇടയ്ക്ക് ആളുകൾ ഒരു ദിവസം പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ അറേഞ്ച്മെന്റ്സ്, അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ്, അതുപോലെ ഓരോന്നും ഇത്രയും കോടി ആളുകളെ അഥവാ ഇത്ര ലക്ഷം ആളുകളെ, 150 ലക്ഷം ആളുകളെ, അതിൽ കൂടുതൽ, അവരെ ഏത് തരത്തിൽ ക്രൗഡ് മാനേജ്മെന്റ് എത്ര കൃത്യമായിട്ടും ഒരപകടവുമില്ലാതെ അത് നിയന്ത്രിച്ച് കൃത്യമായി നടത്താൻ സാധിക്കുന്നു എന്നതറിയാൻ വേണ്ടി ലോകോത്തര യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിക്കാൻ തയ്യാറായിക്കൊണ്ട്, പഠിപ്പിക്കാൻ അവർ പഠിപ്പിക്കുന്നവരാണ്, പക്ഷേ അവർ ഭാരതത്തിന്റെ തനതായ ഈ ക്രൗഡ് മാനേജ്മെന്റ് പഠിക്കാനും സൗകര്യങ്ങൾ എങ്ങനെ ഏർപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ബോധ്യപ്പെടാനും, ആ ബോധ്യപ്പെടുത്തുന്നത് പഠന വിഷയമാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ നിലയിൽ ആക്കി തീർക്കുന്നതിനും തയ്യാറെടുത്തുകൊണ്ട് പഠന നിർവഹണം പൂർത്തിയാക്കാൻ തയ്യാറായിക്കൊണ്ട് ഭാരതത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് 12 വർഷത്തിൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള ആയിട്ടുള്ള പ്രയാഗ്രാജിലെ കുംഭമേളയാണ്. ആ കുംഭമേളയ്ക്ക് തുല്യമായി, അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കൂട്ടത്തിലല്ല, അതിൻ്റെ പ്രത്യേകത കൊണ്ട് പറയാനുള്ളത് നമുക്ക് തെക്കേ ഇന്ത്യയിലെ ശബരിമല തീർത്ഥാടനം മാത്രമേ ഉള്ളൂ എന്നറിയുക. കുംഭമേളയിൽ എത്തിച്ചേരുന്നത് 45 ദിവസം കൊണ്ടാണ്. 45 ദിവസമാണ് കുംഭമേള നീണ്ടു നിൽക്കുന്നത്. ആ കുംഭമേളയിൽ എത്തിച്ചേരും എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണമാണ് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം 45 കോടി ആളുകൾ എന്ന്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏതാണ്ട് 145 കോടി ജനങ്ങൾ നിൽക്കെ
145 കോടി തികയാത്ത ചൈനയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: ഭാരതത്തിന്റെ കുംഭമേളയ്ക്ക്. ഇനി അതിലും പ്രത്യേകതയായിട്ട് മറ്റൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, ശബരിമലയിലെ തീർത്ഥാടനം എല്ലാ വർഷവും ഉണ്ടെങ്കിൽ 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള നമുക്ക് അനുഭവവേദ്യമാകുന്നെങ്കിൽ ഈ കുംഭമേളയ്ക്ക് 2025 ഇപ്പോൾ 13-ാം തീയതി മുതൽ ആരംഭിച്ച ഈ കുംഭമേളയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടി അവകാശപ്പെടാനുണ്ട്. ഇത് മഹാകുംഭമേളയാണ്. സാധാരണ കുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള എന്താണ് വ്യത്യാസം? 12 വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയുണ്ട്. 3 വർഷത്തിലൊരിക്കൽ ക്വാർട്ടർ കുംഭമേള, ചതുർത്ഥ കുംഭമേള എന്ന് വേണമെങ്കിൽ 4/4 എന്ന് പറയുന്ന ആ രീതിയിലുള്ള കുംഭമേളയുണ്ട്. അപ്പൊ അർദ്ധവാർഷികമായിട്ടുള്ളതും ക്വാർട്ടർ ഭാഗത്ത് ഉള്ളതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ കുംഭമേള വരുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. ആ 12ന് ഏറെ പ്രാധാന്യമുണ്ട്. ഇത് ഒരു യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതാണ്. ആ യുദ്ധം നീണ്ടു നിന്നത് 12 ദിനങ്ങളാണ്. 12 ദിവസങ്ങൾ എന്നുദ്ദേശിക്കുമ്പോൾ ദേവന്മാരും അസുരന്മാരുമായി നടന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന് കാരണഭൂതമായത് അമൃതാണ്. ഈ യുദ്ധം നീണ്ടു നിന്നത് ദേവാസുരന്മാർ തമ്മിലായതുകൊണ്ടാണ് അവരുടെ ഒരു ദിവസം എന്ന നിലയിൽ 12 ദിവസം അനുഭവപ്പെട്ടത്. ആ 12 ദിവസമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച മനുഷ്യരുടെ 12 വർഷം. ഈ 12 വർഷം 1, 2, 3 എന്ന് എണ്ണി 13ാമത് 12 വർഷം വരുന്ന വർഷമാണ് ഇതിന്റെ മഹാകുംഭമേള എന്ന് പറയുന്നത്. 2025 എത്തിയപ്പോൾ 2025 നിന്ന് 144 കുറച്ചാൽ കിട്ടുന്ന ആ വർഷത്തിലാണ് മഹാകുംഭമേള ഏറ്റവും തൊട്ടടുത്ത് തീർന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 2025 ശേഷം ഈ മഹാകുംഭമേള വരാൻ പോകുന്നത് 2169 എന്നത് ഓർമ്മിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളോടത്തോളം ഭാഗ്യവാന്മാർ വേറെ ആരുമില്ല എന്നും കൂടി അറിയുക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 42 രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ നദിയിൽ അഥവാ ഈ സംഗമ സ്ഥാനത്ത് ഗംഗയും യമുനയും സരസ്വതിയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രയാഗ് എന്ന് പറയുന്ന ആ സംഗമസ്ഥാനത്ത് ഒരു നേരം ഒരൊറ്റ പ്രാവശ്യം കുളിക്കുന്നതിന് വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണമാണ് തുടക്കത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. 150 ലക്ഷത്തോളം ആളുകൾ. ഇത് നമ്മൾ അതിശയോക്തിയോടുകൂടി പറയുന്നതല്ല, നിവർത്തിയില്ലാഞ്ഞിട്ടായിരിക്കാം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ഏകദേശം കുറച്ചൊക്കെ ഇട്ടു തുടങ്ങി. ഏതാണ്ട് 150 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം കൊണ്ട് 5 കോടിയോളം ആളുകൾ സ്നാനം കഴിച്ചു പോയിരിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇങ്ങോട്ടാണ്. ഇത്രയ്ക്കും പാരമ്പര്യവും ഇത്രയ്ക്കും മഹത്തരവുമായ സംസ്കാരത്തിന്റെ ഉടമകളാണ് ഈ ഭാരതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നതും കേൾക്കുന്നതും മുഴുവനും ഈശ്വരമയമായിരിക്കണം എന്ന് പ്രഖ്യാപിച്ച ഈശ്വരന്റെ പ്രതിരൂപമാണ് മനുഷ്യൻ എന്ന് ധനിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്നതിനെ ഒരാളോട് എതിർക്കുന്നതിനോ തത്വശാസ്ത്രത്തെ എതിർക്കുന്നതിനോ തയ്യാറാകാതെ അവരെയെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്ന സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്തേ അടങ്ങൂ എന്ന് വിചാരിച്ചുകൊണ്ട്
2 സഹസ്രാബ്ദം പോലും പഴക്കമില്ലാത്ത, 1.5 സഹസ്രാബ്ദം മാത്രം പഴക്കമുള്ള ചില തൽപരകക്ഷികൾ മതാന്ധതയാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു തത്വദീക്ഷയുമില്ലാതെ സനാതനധർമ്മത്തെയും സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള ക്ഷേത്രങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ തയ്യാറാകുമ്പോൾ ഭരണാധികാരികൾ അതിന് കൂട്ടുനിൽക്കാൻ കൂടി തയ്യാറാവുന്നതിന് തീർച്ചയായിട്ടും അവസാനിപ്പിച്ചേ പറ്റൂ. അത് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ സനാതനധർമ്മികൾ തങ്ങളുടെ ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കേരളത്തിലെ പോലീസും കേരളത്തിലെ യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥന്മാരും അത് തടയുന്നതിന് തികയാതെ വരും എന്ന വസ്തുത ഭരണാധികാരികളുടെ മുഖത്തു നോക്കി സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവാം. ഏറെ വേദനയോടെ, അതിലേറെ പ്രതിഷേധത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 ദിവസം മുമ്പ് നടന്ന അതിനീചമായ ഒരു വസ്തുത വെളിവാക്കുകയാണ്. ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് പാലാഴിയിൽ വസിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് ഒരു ഭാഗത്ത് വിചാരിക്കുമ്പോൾ മറുഭാഗത്തത് ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രമാണ് എന്ന് വിചാരിക്കും. ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ടാണ് വിശ്വാസിയല്ല എന്ന് പറയുകയും വിശ്വാസത്തിന് വേണ്ടി വീട്ടുകാരെ വിട്ട് വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ വിളക്ക് കത്തിയിരിക്കുന്നിടത്താണോ നിങ്ങളുടെ ശ്രീകൃഷ്ണൻ കുടിയിരിക്കുന്നത് എന്ന് ചോദിച്ച് വിശ്വാസികളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയത് മറക്കാറായിട്ടില്ല. അങ്ങനെയുള്ള ഗുരുവായൂരിൽ 2-3 ദിവസം മുമ്പ് നടന്ന നിന്ദ്യവും നീചവുമായ ഒരു വസ്തുത, ആ വസ്തുത പുറത്തു പറയാതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അതിൻ്റെ ചിത്രങ്ങൾ വീണ്ടും പുനഃസംപ്രേഷണത്തിന് ആരെങ്കിലും തയ്യാറെടുത്താൽ, അതിനെ വിമർശിച്ചാൽ, അതിനെക്കുറിച്ച് സംപ്രേഷണം ചെയ്യാൻ തയ്യാറായാൽ കേസെടുത്തുകളെയും അകത്താക്കിക്കളയും എന്ന് പറഞ്ഞ തൃശൂർ കമ്മീഷണറെ ഇത് കേരളമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അയാളുടെ പേരിൽ ഒരു കേസെടുത്ത്, കുറ്റവാളിയുടെ പേരിൽ ഒരു കേസെടുത്ത്, ആ കേസെടുത്തതിന് ശേഷമാണ് ഈ പ്രസ്താവന അങ്ങ് നടത്തിയതെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അങ്ങ് ഇത്രയും വലിയ അപമാനം ഉണ്ടാക്കുകയില്ലായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാക്കണം. ഹക്കീം എന്ന പേരുള്ള പാരഡൈസ് ഹോട്ടൽ എന്ന പേരായ ഒരു ഹോട്ടൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി തൃശ്ശൂർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹോട്ടലിന്റെ പേരാണ് ഞാൻ സൂചിപ്പിച്ചത്, പാരഡൈസ്. അതിന്റെ ഉടമസ്ഥന്റെ പേരാണ് ഹക്കീം. ആ ഹോട്ടലിന് തൊട്ടടുത്ത് മറ്റൊരു ഹോട്ടലുണ്ട്. ഇവർ തമ്മിലുള്ള റൈവലറിയുടെ ഭാഗമായിക്കൊണ്ട് ആ ഹോട്ടലിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ആ ഹോട്ടലിന്റെ മുൻവശത്തുള്ള തുളസിത്തറ, ഇവിടെ നമ്മൾ അറിയണം, തുളസി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ഗുരുവായൂരിൽ. തുളസിയും മഹാവിഷ്ണുവും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് മാത്രം പവിത്രമാണ്. അതിന് ഭൗതികമായിട്ടുള്ള മൂല്യം കൽപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ തുളസി എന്ന് പറയുന്നത് അമൂല്യമായ ഔഷധ സസ്യമാണ്. ആ ഔഷധ സസ്യത്തെ നട്ടുവളർത്തുന്നത് സനാതനധർമ്മികളുടെ, ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ഹിന്ദുവിന്റെ വീടിന്റെ മുൻവശത്ത് തീർച്ചയായിട്ടും തുളസി ചെടികൾ നട്ടുവളർത്താറുമുണ്ട്.
അങ്ങനെ നട്ടുവളർത്തുന്ന ആ മനോഹരമായി വളർത്തിയിരിക്കുന്ന തുളസിച്ചെടിയുടെ നേരെ നടന്നു വന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ടും CCTV-യിൽ പതിയത്തക്ക നിലയിൽ തൻ്റെ സ്വകാര്യ ഭാഗത്തു നിന്നും രോമങ്ങൾ പിഴുതെടുത്ത് ആ തുളസിച്ചെടിയുടെ ചുവട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അപമാനിക്കുന്ന ആ മനുഷ്യമൃഗത്തിൻ്റെ, അവനെ മനുഷ്യൻ എന്ന് വിളിക്കാനും കഴിയുന്നില്ല, മൃഗം എന്ന് വിളിക്കാനും കഴിയുന്നില്ല. മൃഗം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതാണ് അവൻ്റെ രൂപം. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇവന്റെ പേരിൽ പരാതികൾ എത്തി. ഗുരുവായൂർ പോലീസ് കേസെടുക്കേണ്ടിടത്ത് അവര് നിശബ്ദത പാലിച്ചു. കേസെടുക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടുന്ന കമ്മീഷണർ, തൃശൂർ കമ്മീഷണർ, ഈ പരാതി പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കേസെടുക്കുന്നതിന് പകരം ഈ വാർത്ത പുനർസംപ്രേഷണം ചെയ്യുകയോ ഈ ചിത്രം പുനഃപ്രക്ഷേപണത്തിന് തയ്യാറാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെയാണ് കേസെടുക്കാൻ തയ്യാറാകാൻ പോകുന്നതെന്നും അതുകൊണ്ട് ഇത് എല്ലാവരും അവസാനിപ്പിച്ചു കൊള്ളണം എന്നും പറയുന്ന ആ തരം ഉത്തരവ് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതിഷേധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാന്യമായി ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നെങ്കിൽ ബഹുമാന്യനായ കമ്മീഷണർ, താങ്കൾ ആദ്യം അവന്റെ പേരിൽ കേസെടുക്കുകയും ആ കേസിന്റെ അവസാനം അവൻ മനോരോഗിയാണെന്നും അതുകൊണ്ട് ഈ തരത്തിൽ ആ വാർത്ത സംപ്രേഷണം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മാന്യത അങ്ങേക്ക് അവകാശപ്പെടാമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത് ആ മനുഷ്യമൃഗത്തിനേക്കാൾ ഒട്ടും താഴെയല്ല അങ്ങയുടെ പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് രഹസ്യമായല്ല പരസ്യമായി തന്നെ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവൻ ഹോട്ടൽ നടത്തുകയാണ്. ആ ഹോട്ടൽ നടത്തുന്നു എന്ന് പറയുന്നത് ഗുരുവായൂര് മലപ്പുറത്ത് നിന്ന് മാത്രമുള്ളവരല്ല വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതും പ്രത്യേകിച്ച് സനാതന ധർമ്മികളും ഈ ഹോട്ടലിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ വളരെ അത്യപൂർവമായിട്ട്, അപൂർവമായിട്ടല്ല അത്യപൂർവമായിട്ട് ഹോട്ടലുകളിൽ നിന്നല്ല, നമ്മുടെ വീടുകളിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മുടി അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയേക്കാം അത്യപൂർവമായിട്ട്. ഉണ്ടെങ്കിൽ അതൊരയിത്തപ്പെട്ട വസ്തു എന്ന നിലയിൽ എടുത്തു മാറ്റുന്നു. ആ ചോറ് മാറി നമ്മൾ വേറെ ചോറ് കഴിക്കാറുണ്ട്. പക്ഷേ 25 വർഷം മനോരോഗിയായി ഇരുന്ന ഒരുവൻ ഹോട്ടൽ നടത്താൻ പെർമിഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ അധികൃതരും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി അധികൃതരും പോലീസും എല്ലാം ഇതിൽ ഇടപെടേണ്ടതാണ്. ഇതിന് തയ്യാറാകാത്ത പക്ഷം ഒരു സംശയവുമില്ലാതെ പറയേണ്ടി വരും, സനാതന ധർമ്മ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണത്തിനും പ്രതിഷേധത്തിനും തയ്യാറായാൽ, വീണ്ടും ആവർത്തിക്കുന്നു, അതിനെ തടസ്സപ്പെടുത്താനും തടയാനും നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അത് ചെയ്യാൻ തയ്യാറാക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം നടന്ന ഒരു സംഭവമാണ്. ഒരു വീട്ടിൽ ഒരാൾ ഭൗതികമായി മരിച്ചോ ഇല്ലയോ എന്ന സംശയം, മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധിസ്ഥനാക്കുന്നു. ആ കല്ലറ പൊളിക്കണം എന്ന് പറയുന്നു. കല്ലറ പൊളിച്ചു പരിശോധിക്കുന്നു. ആ മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഷഡാധാര ചക്രങ്ങളുടെ അതിലേറ്റവും താഴെയുള്ളതായ കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന മൂലാധാരത്തിൽ നിന്ന് ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരാൻ യോഗ നന്നായി ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും.
അങ്ങനെ ഷഡാധാര ചക്രങ്ങൾ കടന്ന് അത് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ, ആ സഹസ്രാര പത്മത്തിൽ എത്തുന്ന സമയത്ത് ശിവശക്തി സംയോഗം എന്നാണ് അതിന് പറയുന്നത്. നിർവാണ ദശയിലേക്ക് പ്രവേശിക്കാനായിട്ട് അത് സാധിക്കും. സാധിച്ചതിൻ്റെ തെളിവുകൾ ഉണ്ട്. പൂർവ ഗുരുക്കന്മാരായിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ, അയ്യാവു ഗുരുസ്വാമി, ശ്രീശങ്കരാചാര്യർ, അതൊക്കെ പഴയ ആളുകളാണെന്ന് പറഞ്ഞാൽ 150 വർഷത്തിൻ്റെ ഇടയ്ക്ക് വസിച്ചിരുന്ന, നമ്മോടൊപ്പം വസിച്ചിരുന്ന ആളുകളാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യാവു ഗുരുസ്വാമിയും എല്ലാവരും. അതുപോലെ തന്നെ 150 വർഷത്തിനപ്പുറത്ത് ഇവരുടെ സമകാലീനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ആ തരത്തിലുള്ള മഹാഗുരുക്കന്മാർ വിചാരിച്ചാൽ അവരുടെ ജീവൻ ഊർധ്വവായുവായിട്ട് ഒരിക്കലും പോവില്ല. അത് മേലോട്ടാണ് പോകുന്നത്. അങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക്, അഥവാ സഹസ്രാര പത്മത്തിൽ ശിവശക്തി സംയോഗത്തിലൂടെയാണ് ഇവരുടെ മരണം സംഭവിച്ചതെങ്കിൽ, അവർ മോക്ഷം പ്രാപിച്ചെങ്കിൽ, അവരുടെ ശിരസിൽ ഒരു തുള്ളി രക്തം വന്നു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. മൂർധാവ് പൊട്ടിയാണ് അവർ ഈശ്വരപ്രാപ്തരായി മാറുന്നത്. ആധുനിക കാലത്തും അങ്ങനെ ഒരാൾ ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷേ ഇവിടെ സംശയത്തിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതശരീരം പരിശോധിച്ചവർക്ക് കാണാൻ സാധിച്ചത് അത് സ്വാഭാവിക മരണം ആണെന്നാണ്. അതിൻ്റെ പേരിൽ ആ കുടുംബത്തിനുണ്ടായ അപമാനം എത്ര വലുതാണ്. അതിനിവിടുത്തെ സുഡാപ്പികളും അല്ലാത്തവരും ഏതെല്ലാം തരത്തിൽ അവരെ വൈഷമ്യപ്പെടുത്തി എന്നുള്ളത് ആലോചിച്ചു നോക്കുക. ഞാൻ ഇതിനോടനുബന്ധമായി നമുക്ക് ചിന്തിക്കാനും പറയാനും കഴിയാത്ത ഒരു കാര്യമാണ്, ഒരു കഥയല്ല, നടന്ന ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുക. വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി അവിചാരിതമായി ഒരു ശ്മശാനത്തിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തലയോട് കാണാൻ ഇടയായി. തലയിലെഴുത്ത് വായിക്കാൻ അറിയാമായിരുന്ന അദ്ദേഹം ആ തലയോടെടുത്ത് അതിൻ്റെ മൂർധാവ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടും അവിടെ തെളിഞ്ഞു കിടക്കുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യം അദ്ദേഹത്തിന് വായിക്കാൻ കഴിഞ്ഞു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: മരിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ തലയോടാണിത്. അതിൽ എഴുതി വച്ചിരിക്കുന്നത് കിഞ്ചിൽ ശേഷം ഭവിഷ്യതി എന്നാണ്. കിഞ്ചിൽ ശേഷം ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ഇനിയും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു, ഇതെന്താ സംഭവിക്കാൻ പോണെന്നൊന്ന് അറിഞ്ഞാൽ നല്ലതല്ലേ. ഒരു തലയോടായി ആ മനുഷ്യൻ ജീവിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് മുഴുവൻ അഴുകിത്തീർന്നു, മാംസമില്ല, തോലില്ല, തലയോട് മാത്രമായി. ആ തലയോട്ടിൽ വീണ്ടും തെളിഞ്ഞു കിടക്കുകയാണ് കിഞ്ചിൽ ശേഷം ഭവിഷ്യതി. അതറിയാൻ വേണ്ടി അദ്ദേഹം ആ തലയോടെടുത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ച് ഒരു മരത്തിന്റെ തൊട്ടിൽ വെച്ചു. കാലം ഏറെ മുന്നോട്ട് പോയി. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. ആ വിവാഹത്തിന്റെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ രഹസ്യമായിട്ട് ഇദ്ദേഹം പോയി ഒരു മരപ്പൊത്തിൽ ഒളിഞ്ഞു നോക്കുന്ന സംഭവം ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ തോഴി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെ തോഴിയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ആ പൊത്തിൽ ചെന്ന് നോക്കാൻ ഇടയായി. ആ പൊത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു തലയോടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പൂർവ്വബന്ധത്തിലുള്ളവരുടെ തലയോടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അത് കാണാനാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സഞ്ചാരത്തിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അദ്ദേഹം തൻ്റെ കർമ്മപൂർത്തിക്ക് വേണ്ടി യാത്ര ചെയ്ത് തിരിച്ചു വന്ന് വളരെ ഭദ്രമായി ഇത് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ പൊത്തിൽ പോയി പരിശോധിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അവിടെ തലയോടില്ല.
ഇദ്ദേഹത്തിന് കൂടുതൽ ദുഃഖമായി. എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അന്വേഷണം രഹസ്യമായി നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ ഭാര്യയും തോഴിയും തമ്മിലുള്ള സംഭാഷണം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെ, ഇന്നലെ പോയി നോക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ നമ്മൾ ചെയ്തത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഇനി നോക്കുമ്പോൾ നമുക്കത് പറയാം. അപ്പൊ ഇനി നോക്കുമ്പോൾ അത് പറയുമല്ലോ എന്ന് കരുതി പിറ്റേ ദിവസവും ഇദ്ദേഹം പോയി നോക്കി. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവിടെ ഇരുന്ന ആ തലയോടെ അത് അതേപടി തന്നെ അങ്ങയെ ഞങ്ങൾ കഴിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടക്കാരിയല്ലേ, അത് കഴിച്ചു. സത്യത്തില് ആ മനുഷ്യൻ ആ തലയോടിൽ എഴുതിയിരുന്ന കിഞ്ചിൽ ശേഷം ഭവിഷ്യതിയാണ് ഈ പറഞ്ഞ സംഭവത്തിന്റെ തുടക്കക്കാരനായത്. അപ്പോ അത് സൂക്ഷിക്കാൻ പോയതുകൊണ്ട് ആ തലയോട് ഭക്ഷിക്കേണ്ട കടമ അല്ലെങ്കിൽ ഭക്ഷിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് തന്നെ വന്നുകൂടി എന്ന് മനസ്സിലാക്കുക. ഇത് നടന്ന ഒരു സംഭവമായിട്ടാണ് അറിയുന്നത്. ഐതിഹ്യമാലയിൽ ഇത് വ്യക്തമായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ വിഷയം ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈശ്വരാരാധനയും ഏകാഗ്ര മനസ്സും ഉണ്ടെങ്കിൽ എവിടെ എത്തിച്ചേരാനും സാധിക്കും എന്നുള്ളത് വ്യക്തമായിട്ടും പുരാണങ്ങളും ഇതിഹാസങ്ങളും പരിശോധിച്ചാൽ ബോധ്യമാകുന്നതാണ്. ഇവിടെ ഗോപൻ സ്വാമി ശ്രീപരമേശ്വരന്റെ വലിയ ഭക്തനായിരുന്നു എന്ന് അവർ ആദ്യം മുതലേ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭക്തി നിഷ്കളങ്കമായിരുന്നു എന്നും ഉദ്ദേശിച്ച സമയത്ത് തന്നെ മരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ കടന്നു വന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മറ്റുള്ളവർ വരുമ്പോഴാണ് ഇതിന് ബുദ്ധിമുട്ടായി മാറുന്നതെന്ന കാര്യം മറക്കാതിരിക്കുക. ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ, ഈ സംഭവം ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നമുക്ക് ഈശ്വരവിശ്വാസത്തിന് സംശയത്തോടുകൂടി മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ സനാതന ധർമ്മം പറയുന്നത് ഒരിടത്ത് ഈശ്വരന്റെ പ്രതിരൂപമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ദർശന സൗഭാഗ്യം അനുഭവിക്കുമ്പോൾ മറ്റൊരിടത്ത് ഓരോ തുള്ളി ജലം പോലും ഗംഗാജലത്തിന് തുല്യം അത്ര പവിത്രമാണ് എന്ന് വ്യക്തമാക്കുകയും ആ വ്യക്തമാക്കപ്പെടുന്ന സ്ഥലം അത് ഉത്തരേന്ത്യയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത് പ്രയാഗ്രാജിൽ കൂടിയാണ് എന്നതും നമ്മൾ മറക്കാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികരായി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ, ആചരണങ്ങൾ, അവയെല്ലാം തീർച്ചയായിട്ടും അവരവർക്ക് ബോധ്യപ്പെട്ടതാണ്, അവരവർക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമർപ്പിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അഭിമാനത്തോടുകൂടി പറയുക, ഞാൻ സനാതന ധർമ്മിയാണ്, ഞാൻ ഹിന്ദുവാണ്. ഓരോ ഹിന്ദുവിൻ്റെയും ഉള്ളിൽ ഉറപ്പായും ഉണ്ടാകേണ്ടുന്നത് ഹിന്ദുവാണ് എന്ന കാര്യത്തിൽ, ഹിന്ദുവായതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു എന്ന അഭിമാനബോധം ഓരോരുത്തരിലും ഉണ്ടാകുവാൻ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മറുമലരുകളായി ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി ഒരു എപ്പിസോഡും കൂടിയാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ളത്. ആ എപ്പിസോഡ് 19-ാം തീയതി നമുക്ക് കേൾക്കാം. അതിൽ ഗുരുതി എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് ഉള്ള വ്യക്തത കൈവരുത്താനായിട്ട് സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ.
ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.